എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. വി ഗോപാലകൃഷ്ണൻ IPS ഏജ് റിട്ടയർഡ് ആണ് കൂടെയുള്ള. സാർ നമസ്കാരം. വന്ദേ മാതരം. ഏറെ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അത് ട്രംപുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ട്രംപ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു, അത് നിർത്തണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. നിർത്തുന്നില്ല എന്ന് ഇറാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് പറയുന്നു. ഇത് 4 വാചകങ്ങളെ ഉള്ളെങ്കിലും അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ ചെറുതല്ല. ഇതിൽ താങ്കളുടെ ഒബ്സർവേഷൻ എന്താണ്? ഇത് ഒരു ആക്രമണം ഉണ്ടാകുമോ? കാര്യം യുദ്ധമൊക്കെ നമ്മൾ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യുകയും ചർച്ച ചെയ്യാറും ചെയ്യും, പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇറാൻ ആണവ പരീക്ഷണം അല്ല നടത്തുന്നത്. എൻറിച്ച്ഡ് യുറേനിയം പ്രോസസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് വെപ്പൺ ഗ്രേഡ് യുറേനിയം ആക്കി മാറ്റിയില്ല. വെപ്പൺ ഗ്രേഡ് യുറേനിയം ആക്കുന്നതിന് മുമ്പ് യുറേനിയം എൻറിച്ച് ചെയ്യാം, 236 എൻറിച്ച് ചെയ്യാം. പക്ഷേ വെപ്പൺ ഗ്രേഡ് യുറേനിയം ആക്കിയിട്ടില്ല. അതിന് മുന്നേ ആണ് ഈ വാർണിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാറ്റർഡേയോ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ട്രംപ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഗാസ ഞങ്ങളുടെ തടവുകാർ 4 അമേരിക്കൻസ് ഉണ്ട് ഡീറ്റെയിനീസ്. അപ്പം 4 തടവുകാർ പിന്നെ ബാക്കി ഇസ്രേലികളെയും എല്ലാം കൂടെ 48 54 മറ്റോ ഉണ്ടായാൽ 22-25 പേര് മരിച്ചുപോയി. ഇനി 10-20 പേരുണ്ട്. അത് അവരും ഡെഡ് ബോഡി ആയി പോയി. അതുകൊണ്ടാണ് ഇവർ ഹൂത്തികൾ വിട്ടുകൊടുക്കാത്തതെന്നൊക്കെ ഒരു ടോക്കുണ്ട്. അത് അത്രമാത്രം ശരിയെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇനി കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ വിട്ട് തന്നില്ലെങ്കിൽ, ഇത് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, അവരെ വിട്ട് തന്നില്ലെങ്കിൽ ഗാസ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നു. ഇപ്പം തന്നെ ഇസ്രായേൽ ഗാസയെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇവരെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഗാസ അമേരിക്ക ടേക്ക് ഓവർ ചെയ്യണം, നോട്ട് ഇസ്രായേൽ. അമേരിക്ക, അതായത് നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഇവിടുത്തെ എപ്പിസോഡിൽ പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ടേക്ക് ഓവർ ചെയ്യും മൊത്തം. എന്നിട്ട് ഇവരെ സിനായ് പെനിൻസുലേക്ക് മാറ്റുകയാണ്, ഈജിപ്തിൻ്റെ. അപ്പോൾ ഈജിപ്തും ജോർഡാനും എഗ്രി ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം പേരെ വെച്ചിട്ട് എടുക്കാം. അപ്പം 20 lakhs ഉള്ളൂ. അവരെ അവിടെ അക്കോമഡേഷനൊക്കെ കൊടുത്ത് അവർക്ക് അവിടെ ജീവിച്ചു പോകാനുള്ള പല കാര്യങ്ങൾ, ഈവൻ അവിടെ ഓയിൽ റിഗൊക്കെ വരും ഈ പെനിൻസുലയിൽ. എന്നിട്ട് ഗാസ സെപ്പറേറ്റ് ആക്കി അതൊരു വലിയ മറ്റേ ബെങ്കൂറിയൻ കനാലൊക്കെ അവിടെ കൊണ്ടുവന്ന്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒക്കെ കൊണ്ടുവന്ന് അവർക്ക് ഈവൻ അവിടെ ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്തുക. പിന്നെ റിവേറ ടൂറിസ്റ്റ്, അങ്ങനെ പല പ്ലാനുകളും USA ഉണ്ട്. അപ്പോൾ USAയുടെ പ്ലാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ തടവുകാർ, അപ്പോൾ എനിക്കൊന്ന് തടവുകാരെ തന്നില്ല ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്ന പറഞ്ഞത് എനിക്ക് തോന്നുന്നത് തടവുകാരില്ല ജീവനോടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. വല്ല 4-5 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ കൊന്നുകളഞ്ഞു എന്നുള്ള ഇപ്പോൾ അതൊരു വലിയ വിഷയമാവും. അപ്പോൾ ഇവരങ്ങ് ടേക്ക് ഓവർ ചെയ്യും ഗാസ. അതും അതാണ് ഉദ്ദേശം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ സൺഡേ നൈറ്റോ സാറ്റർഡേ തന്നെ ടെൽ-അവീവിൽ CM5 എന്ന് പറഞ്ഞ ലോകത്തിൽ ലാർജസ്റ്റ് USAയുടെ ലാർജസ്റ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ടെൽ-അവീവിൽ അത് ഈ October 7th തൊട്ട് അത് ലാൻഡ് ചെയ്തിട്ടില്ല. അത് ലാൻഡ് ചെയ്തു. അതിനകത്ത് 2 താഡ് മിസൈൽ ബാറ്ററീസ്, അതിൻ്റെ കൂടെ GMD, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ GMD എന്ന് പറയുന്ന മിസൈൽ ബാറ്ററി, ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററീസ്, അതും അതിൻ്റെ കൂടെയുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം കൂടെ കൊണ്ട് അത് ഈ M5 എന്ന് പറഞ്ഞ ആ വലിയ പ്ലെയിനിൽ CM5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത് കയറുള്ളൂ, വേറെ ഒന്നിലും ഇത് കയറില്ല. അതുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നേരത്തെ 2 താഡ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ 2 കൂടെ. അത് മോർ ദാൻ സഫിഷ്യൻ്റാണ്. അത് ഇറാനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ
ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ വരും. ഇപ്പം സൗദി അറേബ്യയിൽ മെക്കയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ GMT താടും അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, GMT ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് അഡീഷണലാണ്. അപ്പോൾ ഇതെല്ലാം ഇറാൻ്റെ മിസൈൽ പിന്നെ എവിടെയും വരും. യുദ്ധം വരെയാണെങ്കിൽ സൗദിയിലും വരും, UAE-യിലും, അബുദാബി ഓയിൽ റിഗ്, പിന്നെ റെഡ് സീ കോർണർ അവിടെ എല്ലാം വരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ഇത് ഇറക്കിയത്. അപ്പോൾ അവർ ഓൾ പ്രിപ്പയർഡ്, ഓൾ സെറ്റ്. ഇപ്പോൾ USA ഓൾ സെറ്റാണ്. ഇസ്രായേലിനെ ബാക്കിലാക്കി ഇസ്രായേലിനെ ബാക്കിലാക്കി USA തന്നെ ഫ്രണ്ടിൽ നിന്നിട്ട് ഓൾ സെറ്റ് ടു അറ്റാക്ക് ഇറാൻ എന്നുള്ളതിൽ നിൽക്കുകയാണ്. എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 40% ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്നു ഒരു 25% ചാൻസ് ഇറാനെ ആക്രമിക്കാനുള്ള. ഇറാൻ ഒരു സ്വയം എന്താ പറയുക ഒരു രാഷ്ട്രമാണല്ലോ. രാഷ്ട്രത്തെ കയറി അമേരിക്ക അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഭൂഷണമായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഗസ ഏറ്റെടുക്കുന്ന പോലെ ഒരു കാര്യമല്ലല്ലോ അത്. ഇപ്പം ഗസ എന്തായാലും ഏറ്റെടുക്കും, ടേക്ക് ഓവർ ചെയ്യും തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് പോലും ഇപ്പോൾ അതിനകത്ത് വലിയ റോൾ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യവുമാണ്. അപ്പോൾ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഗസ മുനമ്പ് പോലെ അല്ല ഇറാൻ എന്ന് പറയുന്നത്. അപ്പം ആക്രമിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇയാൾ പറഞ്ഞ പകുതി കറക്റ്റാണ്. ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ബാക്കി ഉള്ളത് കറക്റ്റല്ല പറഞ്ഞത്. അതായത് ഉക്രൈനും ഇറാഖും എല്ലാം ഇറാനേക്കാളും പവർഫുൾ കൺട്രി ആയിരുന്നു സദ്ദാം ഹുസൈൻ്റെ ഇറാഖ്. അവരെ കയറി ആക്രമിച്ചില്ല. ആവശ്യം വന്നാൽ ആക്രമിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ ട്രംപിന് പിന്നെ ഇറാനെ ആക്രമിക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നോബൽ സമ്മാനം ഫോർ പീസ്. അത് അദ്ദേഹത്തിന് വാങ്ങണമെന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ ആക്രമിച്ച ശേഷം നോബൽ സമ്മാനം അതൊരു ക്രോപ്പറായിട്ട് വരും. അത് കിട്ടാനൊരു ബുദ്ധിമുട്ടും ഇറാനെ ആക്രമിച്ച ശേഷമാണെങ്കിൽ. ഇത് ശരിക്കും അദ്ദേഹം എപ്പോഴെങ്കിലും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണോ? പീസ്, നോബൽ പ്രൈസ് ഫോർ പീസ് ഒരിക്കലും പറയില്ല. പക്ഷേ അത് ഒരു കോൺസ്പിറസി തിയറിയാണോ? കോൺസ്പിറസി തിയറി അല്ല, സത്യമാണ്. അത് ഡെഫിനറ്റ് ആയിട്ടും കാരണം യോഗ്യതയില്ലാത്ത ഒരാൾ വാങ്ങിച്ചല്ലോ, ഒബാമ. അങ്ങനെയൊക്കെ എന്തിനാണ് നോബൽ സമ്മാനം കൊടുത്തത്? അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു വാശിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വാറുണ്ടാക്കുന്ന ആളല്ല. അത് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പീസ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിക്കാതിരിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇറാൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഇറാന് യുദ്ധം ആവശ്യമില്ല. ഇറാൻ ഇപ്പം തന്നെ $1 എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം ഇറാനിയൻ കറൻസിയാണ്. $1 എന്ന് പറഞ്ഞാൽ അത്രമാത്രം അങ്ങ് ഇൻഫ്ലേഷൻ വന്നങ്ങ് തൊലഞ്ഞ് നാശമായി കിടക്കുകയാണ്. സാങ്ഷനും എല്ലാം ആയിരിക്കണം. അപ്പം ഇറാനി ഇതെല്ലാം സാങ്ഷനൊക്കെ ലിഫ്റ്റ് ചെയ്ത് അവരിൽ ഇഷ്ടം പോലെ ഓയിലുണ്ട്. അത് ആ ഓയിൽ വിറ്റ് അവർക്ക് സൗദിയേക്കാളും മെച്ചമില്ല, ഡെവലപ്ഡ് ആവും. കാര്യം പറഞ്ഞാൽ അവർ IQ വൈസ്, ഇപ്പം നമ്മളാരെയും കുറച്ച് പറയല്ല, IQ വൈസ് പെർഷ്യൻസാണ് ഇവർ, ഇറാനിയൻസ്. അവർ സൗദിയിലുള്ളത് ആരബ്സാണ്. അവരെക്കാളും IQ വൈസ് ഇവരാണ് മെച്ചപ്പെടുന്നത്. സയൻറ്റിഫിക് ആയിട്ടും എല്ലാം ഇവരാണ് മുന്നേ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ സാങ്ഷനൊക്കെ അങ്ങ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാനെയോ അല്ലെങ്കിൽ ജപ്പാൻ്റെ അപ്പുറം അമേരിക്കയ്ക്ക് അതിൽ ഇതില്ല, പ്രശ്നമില്ല. ഇറാൻ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഫ്ലറിഷിങ് കൺട്രി ആയിട്ട് വരുന്നതിന് അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് അൾട്ടിമേറ്റ്ലി ഈസ് എ ബിസിനസ് മാൻ. അപ്പം കൂടുതൽ ബിസിനസ് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഒരു ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രമാണ്. ഈ ഓയിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ അവിടെയുണ്ട്. അപ്പോൾ അവരെ നശിപ്പിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഇറാനും കൂടെ ഞങ്ങളുടെ ചേരിയിൽ ഇരിക്കട്ടെ. അമേരിക്ക സംബന്ധിച്ചിടത്തോളം ഓയിൽ റിഗ് കിട്ടാന്നും പറയുന്നതും ഒരു അസറ്റാണ്. പക്ഷെ ഇവിടെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഈജിപ്ത് വരുന്നുണ്ട്, ടർക്കി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് രാഷ്ട്രങ്ങളുണ്ട്, ജോർദാനുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റോൾ ഓഫ് ഇൻ ഫ്യൂച്ചർ, ദ റോൾ ഓഫ് ദീസ് കൺട്രീസ് എന്തായിരിക്കും എന്നാണ് ഒരു ഒബ്സർവേഷൻ? മനോജ പറഞ്ഞതിൽ ജോർദാന് വലിയൊരു എക്കണോമിക് പവറോ അല്ലെങ്കിൽ വേറെ പവറോ ഒന്നുമില്ല. അദ്ദേഹം ഈ പ്രോഫിറ്റിൻ്റെ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് ജോർദാൻ കിങ്. ആ ഒരു
ഒരു പുണ്യപരിവേഷം മാത്രമേ ജോർദാനുള്ളൂ. ജോർദാനെ പിന്നെ എന്നും ജോർദാൻ US-ൻ്റെ ഒരു അലയാണ്. എന്നും ഇസ്രായേലുമായിട്ടും സൗഹാർദ്ദത്തിലാണ്. അപ്പോൾ ജോർദാന് വലിയ റോളില്ല. ഈജിപ്റ്റ് ഒരു വലിയ സിവിലൈസ്ഡ് കൺട്രിയാണ്. ഇറാനെ പോലെ വലിയ സിവിലൈസ്ഡ് കൺട്രിയാണ്. അപ്പോൾ ഈജിപ്റ്റ് അമേരിക്കയുടെ കൂടെയാണ് ഇപ്പം നമ്മൾ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തപ്പം ഇറാനും ജോർദാനും ഈജിപ്റ്റും ഭയങ്കര പ്രശ്നം ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ എടുക്കൽ ഒറ്റ മനുഷ്യരെ ഇതാ പുതിയൊരു പ്ലാൻ, പീസ് പ്ലാൻ ഞങ്ങളിതാ ഇങ്ങോട്ട് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈജിപ്റ്റ് അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ ചുമ്മയാണ്, ചെമ്മീൻ ചാടിയ ചട്ടിയുടെ വക്ക് വരെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള എല്ലാം നിങ്ങൾക്ക് ഇത് തരാം, ഓയിൽ പ്രൊഡക്ഷന് നിങ്ങൾക്ക് ഇത്ര ഷെയർ തരാം എന്നൊക്കെ പറയുമ്പോൾ ഈജിപ്റ്റ് ഒതുങ്ങും എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഈജിപ്റ്റ് ഒതുങ്ങി. ഈജിപ്റ്റ് 10 ലക്ഷം പേരെ എടുക്കുകയാണ്, ജോർദാനും 10 ലക്ഷം പേരെ എടുക്കുകയാണ്. തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇറാനാണ്. മിഡിൽ ഈസ്റ്റിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് ഇറാനാണ്. പിന്നെ ടർക്കി എർദോഗനെതിരായിട്ടുള്ള പ്രക്ഷോഭണം US സ്പോൺസേർഡാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ സ്പോൺസേർഡാണ്. എർദോഗൻ്റെ കാര്യം വലിയ പരിതാപകരമാണ്. എർദോഗൻ അത് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യും, പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെററിസ്റ്റുകൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അമേരിക്കക്കെതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്യും, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും. അയാളിൽ ഓടി നടന്ന് യുദ്ധം ചെയ്യുകയാണ് എർദോഗൻ. അങ്ങേര് ഈ കൊമേനിയെ പോലത്തെ ഒരു സൈസാണ്. എന്താ ചെയ്യുന്നതെന്നൊന്നും ഇപ്പം ആകെ പ്രതി അന്തമിട്ട് എന്തും ചെയ്യുന്നുള്ള ഒരു സ്റ്റേജിലാണ് എർദോഗൻ. അപ്പോൾ എർദോഗന് ചിലപ്പോൾ വളരെ സ്ട്രോങ് ആണ് അവിടുത്തെ ഒപ്പോസിഷൻ. ചിലപ്പോൾ അത് അട്ടിമറിച്ച് കളയും. പട്ടാള ഭരണമൊന്നും അവിടെ നടക്കില്ല. അപ്പം USA വിചാരിച്ചു കഴിഞ്ഞാൽ ടർക്കിയെ പൂട്ടാൻ പറ്റും, വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് അവർക്കൊന്നും യാതൊരു സ്വാധീനമില്ല. ഇവിടെ എന്തെങ്കിലും ഒരു സ്വാധീനമുള്ള ഈജിപ്തിനും സൗദിക്കും ഇറാനുമാണ്. അതിൽ സൗദിയും ഈജിപ്റ്റും അമേരിക്കയുടെ ക്യാമ്പിലാണ്. ഇറാനെ കൂടെ അമേരിക്കയുടെ ക്യാമ്പിൽ ചേർക്കാൻ അവർ നോക്കുകയാണ്. ഇപ്പം നേരത്തെ റഷ്യ അഗൻസ്റ്റായിരുന്നു. റഷ്യയും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. റഷ്യയും ഇറാനുമായിട്ട് ചെന്ന് റഷ്യ ചെന്ന് പറയാൻ സാധ്യതയുണ്ട്. പുടിൻ യുദ്ധം വേണ്ടെന്നുള്ളത്. ചൈന ഒരിക്കലും വരില്ല. ചൈന തോക്കുമൊക്കെ ആയിട്ട് ചൈനീസ് സോൾജേഴ്സ് ഇവിടെ വരും, ഒരിക്കലും വരില്ല. അസംഭവ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പൊസിഷൻ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വന്നിട്ടുള്ളൊരു ചേഞ്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട്. നേരത്തെ ഇസ്രായേലും ഇറാനുമായിരുന്നു നേർക്കുനേരുണ്ടായിരുന്നത്. ഇപ്പം അതിലേക്ക് അമേരിക്ക പൂർണ്ണമായ അർത്ഥത്തിൽ ഇൻവോൾവ് ആവുന്നു. ഇതിനകത്ത് ഇസ്രായേലിനൊരു സെക്കൻഡ് പൊസിഷനിലേക്ക് പോവുകയും അമേരിക്ക അത് കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നൊരു മാത്രമായി എന്നും, അങ്ങനെ നോക്കിയാൽ അമേരിക്ക ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സി ആയിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പലയിടങ്ങളിലും കേൾക്കാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്? ഈ പ്രോക്സി എന്ന് പറഞ്ഞാൽ അവനവന് വലിയ പവറില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ ഗുണ്ടകളെ വെച്ചിട്ടില്ലേ, ഗുണ്ടകളെ അവിടെ പോയി അങ്ങേരെ ചീത്ത വിളിക്കുക, അവിടെ പോയി അടിയുണ്ടാക്കുക. അവർക്ക് ഒരു ബാക്കിംഗ് ഇല്ല. അവർക്ക് ബാക്കിംഗ് പവർഫുള്ളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഈ പ്രോക്സി അല്ലെങ്കിൽ ഗുണ്ടാസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഗുണ്ട ഒറ്റയ്ക്ക് അത് ചെയ്യുന്നതല്ല. ഈ ഹുത്തി, ഹസ്ബുള്ള ഇതെല്ലാം പ്രോക്സികളാണ്. ഇപ്പം പാകിസ്ഥാൻ്റെ പ്രോക്സിയാണ് ലഷ്കർ തോയ്ബ. അതേപോലെ അവർക്ക് ഇപ്പം ഇറാൻ എയ്ഡ് കട്ട് ചെയ്ത പൈസ കൊടുത്തില്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് സനയിലും യമനിലും പോയിരുന്നാണ് ഈ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലും മറ്റേ മിസൈലും ഒക്കെ വിടുന്നത്. അല്ലാതെ അവർക്ക് യമൻ എന്ത് ടെക്നോളജിയാണുള്ളത്? റോക്കറ്റ് വിടുന്നത് ചുമ്മാ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് റോക്കറ്റ് വിടാൻ പറ്റില്ല. അതിന് ഒരുപാട് കാൽക്കുലേഷനും മറ്റതും മറിച്ചതും ഒക്കെയാണ്. അതിന് തലയുള്ളവരുമാണ്. അതിന് റിപ്പബ്ലിക്കൻസ് ഇറാനിയൻ ജനറൽസാണ് അവിടെ പോയി നിന്നെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ മാത്രം വിചാരിച്ചാൽ മതി, യു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുത്തി ഇപ്പം എന്താ ഹെസ്ബുള്ളയെ പറ്റി ഒന്നും കേൾക്കാത്ത കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഇസ്രായേലും അമേരിക്കയും എല്ലാം കൂടെ കട്ട് ചെയ്ത്. മാത്രമല്ല സിറിയയിലൊരു പുതിയ ഭരണം വന്നു. അവർ ഈ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഇപ്പോഴത്തെ പുതിയ സിറിയയിലെ ഭരണം. അവർ എഗൻസ്റ്റാണ്. അപ്പം ഹെസ്ബുള്ള അവിടെ നിന്നും കട്ടായിപ്പോയി. അത് പ്രോക്സിയാണ് ഇറാൻ്റെ. ഇവിടെ നിന്നും കട്ടായി. അതാണ് അവർ മിണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരും. അപ്പോൾ പ്രോക്സികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറേ, ഇത്രയും മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? സമാധാനം ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്?
എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം സമാധാനം വരാനാണ് ചാൻസ്. സമാധാനത്തിന് വിഘാതമായി നിന്നത് ഈ യുക്രൈൻ റഷ്യൻ പ്രോബ്ലമാണ്. അത് പിന്നെ യുക്രൈൻ്റെ ഗ്യാസ് അത് അമേരിക്ക വളരെ ഇൻ്റലിജൻ്റായിട്ട് ഇത് ചെയ്തു. എയ്ഡെല്ലാം കട്ട് ചെയ്തു. ബ്രിട്ടീഷുകാരെയും വരട്ടി. പിന്നെ ബ്രിട്ടനും ജർമ്മനി ഇവരൊക്കെ ഒരുപാട് ഉക്രൈനെ സഹായിച്ചിരുന്നു. അവർക്ക് ഈ വാർ മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെല്ലാം അമേരിക്ക ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അമേരിക്ക നേരിട്ട് പിന്നെ ഉക്രൈനുമായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ലോകസമാധാനത്തിന് വിഘാതമായിട്ട് നിന്നത് ഒരു പക്ഷേ ബൈഡൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വേൾഡ് വാർ 3 ഉണ്ടാകും ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഉക്രൈനിൽ. അവരുടെ മിലിറ്ററി ഉണ്ടായിരുന്നു. അവരെന്നിട്ട് ഉക്രൈൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടാണ് നിന്നത്. അപ്പോൾ അവർ പിന്നെ കുറച്ചുകൂടെ അക്യുറേറ്റായിട്ട് മോസ്കോയിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പുടിൻ ന്യൂക്ലിയർ ബോംബിടും. ചെറിയ ന്യൂക്ലിയർ ബോംബ് ആദ്യം കീവിലിടും. ചെറിയ ലോ ഇതിലുള്ള പവർ കുറഞ്ഞ ഒരു സാമ്പിൾ എന്നുള്ളതിൽ. അപ്പോൾ വേൾഡ് വാർ ഉണ്ടാവുമായിരുന്നു. അതെല്ലാം ക്യാൻസലായിപ്പോയി. ഇപ്പോൾ ഇങ്ങേര് വന്നതോടെ പുടിനുമായിട്ട് സമാധാനമായി. പുടിനുമായിട്ട് ഒരു കെമിസ്ട്രി അല്ലാതെ തന്നെ ഉണ്ട് പുടിനും ഇങ്ങേരും ട്രംപും തമ്മിൽ. അപ്പം റഷ്യ പോയതോടെ ചൈന എക്കണോമിക് പവറായിരിക്കാം, പക്ഷെ മിലിറ്ററി പവറല്ല. റഷ്യയാണ് ലോകത്തിലെ 2ാമത്തെ മിലിറ്ററി പവർ. അപ്പോൾ റഷ്യ പോയതോടെ ചൈനയുടെ ഗ്യാസ് ഔട്ടായി. ചൈനയ്ക്ക് വാർ നേരിട്ട് നടത്താനൊന്നും അമേരിക്കയായിട്ട് നടത്താനൊന്നും പറ്റില്ല. ചെറിയ വെരിറ്റിഫിക്കേഷനായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് ഉക്രൈൻ തീർന്നു. അത് എപ്പോൾ വേണമെങ്കിലും പിന്നെ അതെനിക്കാണ് ഇപ്പോൾ ഈ പുടിനും ട്രംപും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പുടിൻ കയറി മാക്സിമം അങ്ങ് പിടിക്കുകയാണ്. പിടിച്ചിട്ട് പിന്നെ ഹാഗിൾ ചെയ്ത് കുറച്ച് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള അങ്ങ് എടുത്ത് സമാധാന കരാർ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇത് ഏപ്രിൽ 20 ഈസ്റ്റർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മെയ് 9 റഷ്യൻ ദിനം അതിന് മുന്നേ ഈ സമാധാന കരാറാവുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇത് വരുന്നത്. സമാധാന കരാർ അപ്പോൾ സമാധാനം ഉണ്ടാവും. പിന്നെ വേൾഡിൽ വേറെ ആരുമില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്ത പാകിസ്ഥാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ യൂറോപ്പ് കിളി പോയതുപോലെ നിൽക്കുകയാണ്. കാരണം ഞാൻ നാറ്റോ 60,000 ഫോഴ്സ് അമേരിക്കയുടെ 60,000 അമേരിക്കയുടെ തന്നെയാണ് അത് കൂടുതലും. ആർമിയും എല്ലാം നമ്മുടെ യൂറോപ്പിലുണ്ട്. അതിൽ 10,000 വിഡ്രോ ചെയ്തു മെനഞ്ഞാന്ന് നടന്നുള്ളത് 10,000. അതൊക്കെ അടിയാണ് യൂറോപ്പിന്. അപ്പം ട്രംപ് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾക്ക് ഈ 60,000 ഞങ്ങളുടെ ചിലവിൽ അവിടെ ഇവരെ നിർത്തുന്നത്? അത് റഷ്യ ഇല്ല. റഷ്യ നിങ്ങളെ ആക്രമിക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വേൾഡ് പീസ് വരാനാണ് ചാൻസ്. ഒരു ചെറിയ ഒരു പ്രോബ്ലം ഈ ഇറാൻ്റെയാണ്. പക്ഷേ ഇറാൻ ഒരു വലിയ വാറാവില്ല. 2 മിസൈൽ ചിലപ്പം അബുദാബിയുടെ ഓയിൽ റിഗിൽ ഇടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ആക്ടേഴ്സ് കംപ്ലീറ്റ് അവർ പൾവറൈസ് ചെയ്താണ് ഇറാൻ. വേറെ ആരും US ആയിട്ട് യുദ്ധത്തിന് ആരും തയ്യാറല്ല. ഇല്ല, ദർ ഇസ് നോ അതർ പവർ. റഷ്യയും ചൈനയും കൂടെ കമ്പൈൻഡായിട്ട് വന്നിരുന്നെങ്കിൽ വരുമായിരുന്നു, ബൈഡൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. അത് ആ പോസിബിലിറ്റി മാറി. അപ്പോൾ ഒരു നിതാന്തമായ ലോങ് ലാസ്റ്റിംഗ് പീസ് ആണ് വരാൻ ചാൻസ്. ഓക്കെ, ഈ ജിയോ പൊളിറ്റിക്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടെ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പരമോന്നത സിവിലിയൻ ബഹുമതിയെ കൊടുക്കുന്നു. പക്ഷെ അതല്ലാതെ കുറച്ച് കോൺസ്പിരസി തിയറീസ് ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോ വളരെ തന്ത്രപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് ഈ സമയത്ത് പറയാം. കാര്യം ഞാൻ അറിഞ്ഞത് എൻ്റെ ഉള്ള സോഴ്സ് വഴി ഞാൻ അറിഞ്ഞത് ചൈന പുറത്തായി. ഇതുവരെ ചൈന ഹാഡ് ദ ലാസ്റ്റ് ലാഫ് ഇൻ ശ്രീലങ്ക. ഹമ്പൻടോട്ട അതെല്ലാം കിട്ടിയ ഒരുപാട് സബ്മറൈൻ ബേസ് എന്നൊക്കെ ഭയങ്കര അട്ടഹാസംഭവമായിരുന്നു. ഇതിപ്പോൾ ചൈന ഔട്ടായി. ഈ പുതിയ പ്രസിഡന്റ് ശ്രീലങ്കയിൽ വന്ന അങ്ങേര് ഇത് മാത്രമല്ല, ഈ അമേരിക്ക ഈ ട്രംപ് വന്നതോടെ ഈ ലോകത്തെ രാജ്യങ്ങളുടെ എല്ലാം ഇത് മാറി. ഷിഫ്റ്റ്, അവരുടെ പാരഡൈം ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീലങ്കയും വേറെ രീതിയിൽ നീ ഇപ്പോൾ ചൈനയോടെ നിന്നിട്ട് കാര്യമില്ല. അമേരിക്ക ഇന്ത്യയും ക്ലോസ് ആണ്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലമാവും. അല്ല ടൈഗറിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ മുട്ടൻ പ്രശ്നമാവും.
അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയായിട്ട് സമാധാന കരാറും സമാധാനത്തിൽ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീലങ്ക ബെയിലൗട്ട് ചെയ്തത് തന്നെ ഇന്ത്യയാണ്. ഇപ്പോൾ ശ്രീലങ്ക വലിയ ഡീപ്പ് ബുദ്ധിമുട്ടിലായിരുന്നു, ഫൈനാൻഷ്യൽ ക്രൈസിലായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറിഞ്ഞത് IPKF ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ, പണ്ട് ശ്രീലങ്ക രാജീവ് ഗാന്ധി അയച്ച്, അത് നമുക്കൊരു പരാജയമായിപ്പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ആംസൊക്കെ കൊണ്ടാണ് പോയത്, നമ്മൾ ലാർജ് ഇതല്ലല്ലോ അത്. പക്ഷേ അത് തിരിച്ചടിയായി. പക്ഷേ ഇപ്പോൾ ഇന്ത്യ വീണ്ടും ഇന്ത്യയുടെ ഫോഴ്സസ് അവിടെ അയക്കുകയാണ്, ശ്രീലങ്കയുടെ പെർമിഷനോടെ. അത് നമുക്കവിടെ ഒരു ബേസ് മറ്റോ രഹസ്യമായിട്ട് ഇറ്റ്സ് ഇൻ ദ പൈപ്പ് ലൈൻ എന്താ ബേസ് മറ്റോ തരാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പം ചൈന ഔട്ടായി. അതൊരു സ്ട്രോങ് ഇതാണ് നമുക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മൗറീഷ്യസിൽ നമുക്കൊരു ഇന്ത്യൻ ബേസ് ഉണ്ട്, എയർ ബേസും നേവൽ ബേസും ഒക്കെ ഉണ്ട്. അത് ശ്രീലങ്കയിൽ നിന്ന് സ്വപ്പം അപ്പുറത്താണ്, ഒരു 10,000 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ട് ശ്രീലങ്ക ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കുടിവെള്ളം വേണമെങ്കിൽ പോലും ചൈനയിൽ നിന്ന് പ്ലെയിനിൽ വരണ്ടേ കുടിവെള്ളം ശ്രീലങ്കയ്ക്ക്? അത് കുടിവെള്ളം അവർക്ക് ആവശ്യമില്ല. ഞാൻ ഉദാഹരണം മാലിയുടെ കാര്യമാണ് പറഞ്ഞു. മാലി കുടിവെള്ളം ചൈനയിൽ നിന്ന് അവർക്ക് കുടിവെള്ളമില്ല, ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അടുത്ത് കിടക്കണ ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയായിട്ട് സൗഹാർദ്ദത്തിൽ പോകണതാണ് നല്ലത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി, ഒരു വലിയൊരു സംഗതിയാണ് IPKF. ഇന്ത്യയെ സംബന്ധിച്ചോളം, മോഡിജിയെ സംബന്ധിച്ചോളം, ജയശങ്കർജിയെ സംബന്ധിച്ചോളം ഒരു വൻ വിജയമാണ് ഈ അങ്ങനെ IPKF. അത് ശ്രീലങ്കൻ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, അല്ല നമുക്കവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ബേസ് മറ്റോ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മോദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്തായാലും സാറിനോട് അതെന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. തഹാവൂർ റാണ തീഹാറിലേക്ക് എത്തുന്നു എന്നല്ല, എത്തിക്കുന്നു. അത് മോദി ട്രംപ് കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് മോദിയുടെ വളരെ നിർണായകമായ ഇടപെടൽ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മുംബൈ ഭീകരാക്രമണം നമ്മൾ അത്രയധികം വേദനയോടെ കേട്ടതാണ്. ഇത് സത്യത്തിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന, തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്, റാണയെ എത്തിച്ചിട്ടുണ്ട്. കൊടും ഭീകരനാണ്. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒബ്സർവേഷൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഈ 175 പേരെയാണ് പിന്നെ ബോംബെയിൽ ഈ തഹാവൂർ റാണയും ഡേവിഡ് ഹെഡ്ലിയും കൂടെ ചേർന്ന്, ഇപ്പോൾ ISI എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ അവിടെ കൊന്നു കളഞ്ഞു. 175 പേര്. അതിനകത്ത് 10 രാജ്യങ്ങൾ എന്നുള്ള നാഷണൽസ് ഉണ്ട്, അമേരിക്കൻസ് 4 പേരുണ്ട്. പിന്നെ നമ്മുടെ മേജർ സാന്ദീപ് ഉണ്ണികൃഷ്ണൻ കൊല്ലപ്പെട്ട അതിലാണ്. പിന്നെ കസബിനെ പിടിച്ച്, നമ്മുടെ ആളുകളെല്ലാം മറന്നുപോകും, ഞാനതുകൊണ്ട് റിഫ്രഷ് ചെയ്തതാണ്. കസബിനെ മാത്രമേ കിട്ടിയുള്ളൂ. അവന്മാർ 10 പേരുണ്ടായിരുന്നു, ബാക്കി 9 പേരെ നമ്മുടെ സൈന്യം വധിച്ചു. പക്ഷേ 2001 മുതൽ 2008 വരെ 7 പ്രാവശ്യമാണ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് മുംബൈ അറ്റാക്ക് ചെയ്തത്. 7 പ്രാവശ്യം. ലോകത്ത് ഒരു രാജ്യത്തിന് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാം, 2 പ്രാവശ്യം നടന്നു. ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരൊറ്റ പ്രാവശ്യം നടന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ഇവർ തലകുത്തി നിന്ന് നോക്കി, ടെററിസ്റ്റ് ഒന്നും നടന്നില്ല. ലണ്ടനിലും അങ്ങനെ തന്നെ, ടോക്കിയോയിലും അങ്ങനെ തന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്. പക്ഷെ നമ്മളവിടെ തുടർച്ചയായിട്ട് ആയിരുന്നു അത് അറ്റാക്ക് നടന്നത്. അങ്ങനെ നമ്മളൊരു പരിതാപകരമായ ഒരു സിറ്റുവേഷനായിരുന്നു. ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഇവിടുത്തെ IBയും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വമൊക്കെ വളരെ അറ്റ് ലോവസ്റ്റ് എബിലായിരുന്നു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള. ഇങ്ങനെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഏകദേശം ഗതിയായിരുന്നു അന്ന് ഇന്ത്യക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തഹാവൂർ റാണയും. അപ്പം ഈ തഹാവൂർ റാണയുടെ കാര്യത്തിൽ നമുക്ക് കേരളമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. ഈ തഹാവൂർ റാണ 7 പ്രാവശ്യം ഇവിടെ, തഹാവൂർ റാണയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നെറ്റിലൊക്കെ കാണും, എല്ലാവർക്കും അറിയാം. തഹാവൂർ റാണ ഈ 7 ടൈംസ് ഇയാൾ ഇന്ത്യയിൽ വന്നു. അറിവനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ 15-20 പ്രാവശ്യം വന്നതാണ്. ഈ തഹാവൂർ റാണ കേരളത്തിൽ വന്നു 5 പ്രാവശ്യം മറ്റോ കേരളത്തിൽ വന്നു. അപ്പോൾ ISIയുടെയും തഹാവൂർ റാണയുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞത് കാശ്മീർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യേണ്ടത് കേരളത്തിൽ നിന്നാണെന്ന് അവർ. അത് ISIയുടെ ബുദ്ധിയാണ്, തഹാവൂർ റാണയുടെ അല്ല. അന്ന് ISI ഹാഡ് ദർ റൂളിംഗ് ദ റൂസ്റ്റ് ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ. എന്തുവാണോ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കൊല്ലണമെന്ന് അവർ വിചാരിച്ചില്ല, ഭാഗ്യത്തിന്. വിചാരിച്ചിരുന്നെങ്കിൽ അതും നടന്നതാണ്. അത്ര കുത്തഴിഞ്ഞായിരുന്നു നമ്മൾ കിടന്നത്. അപ്പം ഇവിടെ വന്നിട്ട് അയാൾ കൊച്ചിയിൽ വന്ന് ക്യാമ്പ് ചെയ്ത്, പല പ്രാവശ്യം വന്ന് ക്യാമ്പ് ചെയ്ത്, പിന്നെ അയാൾ ആരൊക്കെ ഇവിടുത്തെ ഏതൊക്കെ VVIPസുമായിട്ടാണ് ഡൈൻ ചെയ്തതെന്നുള്ളത് ഇനിയിപ്പം NIA ഒക്കെ അന്വേഷിച്ച് വരുമ്പം അറിയാം.
പക്ഷേ നമ്മുടെ പോലീസിൻ്റെ ഒരു വൻ വീഴ്ചയുണ്ട്. ഞാനന്ന് സർവീസിലുണ്ട്, ഞാനന്ന് മനുഷ്യാവകാശ കമ്മീഷനിലായിരുന്നു, ഞാനിത് ക്ലീനായിട്ട് വാച്ച് ചെയ്തതാണ്. ഇയാൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളിൽ, ലീഡിങ് പത്രം, ഏത് പത്രമെന്ന് ഞാൻ പറയുന്നില്ല, ലീഡിങ് പത്രങ്ങളിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജോബ് അഡ്വർടൈസ്മെൻറ്റ് നടത്തി. ഈ പാകിസ്ഥാൻ ISI ഏജൻറ്റ് ഹൗ ഡയർ, ഹൗ ഒഡേഷ്യസ് ഹി വാസ്. എന്നിട്ട് ഇവിടെ നടത്തി. അയാൾ റിക്രൂട്ട് ചെയ്തോ, തടിയൻ്റെ നസീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്ത് കൊല്ലപ്പെട്ട അവനെ വരെ ഇയാളാണോ റിക്രൂട്ട് ചെയ്തതെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഞാൻ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പം അത് ഇടയ്ക്കൊരു അന്വേഷണമൊക്കെ വന്നു. പക്ഷെ അതിനെ നമ്മുടെ കേരള പോലീസിലെ ആർക്കോ എതിരായിട്ടൊക്കെയാണ് വന്നത്. അത് പിന്നെ ചവിട്ടി താത്ത് കളഞ്ഞു. അപ്പോൾ ഈ തഹാവൂർ റാണ അതിനകത്ത് പോയി കിടന്നപ്പം ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ടോക്ക് ഉണ്ടായിരുന്നു. അത് മറ്റേ ആൾ കേരള പോലീസിലെ ഉദ്യോഗസ്ഥൻ അവിടെ പോയി അയാളെ ഇനിയിപ്പോൾ ജയിലിൽ അവിടെ ഇട്ട് തന്നെ പോയ്സൺ ചെയ്ത് കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് വരെ തമാശയായിട്ട് ഇവിടെ പറയുമായിരുന്നു. പക്ഷേ എല്ലാം മാറ്റി ട്രംപ് വന്ന് ചാടി തഹാവൂർ റാണ അവിടെ വന്നു. ഇനി തഹാവൂർ റാണ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഏത് പോലീസ് ഓഫീസറായിട്ടാണ് അത് എങ്ങനെ അയാൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഇതൊക്കെ നടത്തി, ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തി, ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ ഉള്ള അന്വേഷണം ആ റഡാറിൽ വരും. അത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് മാറ്റങ്ങളാണ് മൊത്തത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു സ്വരം കേൾക്കുന്നു എന്നുള്ളതും അത് ഇറാൻ്റെ ഒരു അഹങ്കാരത്തിന് നേരെ അമേരിക്ക തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സംവിധാനവും ഉണ്ടാകുന്നു. ഇന്ത്യ വളരെ പരമപ്രധാനമായി നമ്മുടെ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, നയതന്ത്ര ബന്ധങ്ങളിൽ ഒക്കെ ഇന്ത്യ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് ചർച്ചയിലാക്കത്തുകയിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഒരുപാട് നന്ദി സാർ, മറുനാടോട് സംസാരിച്ചു. വന്ദേ മാതരം.